പ്രൈസ് ദ ലോർഡ്. അതിനുശേഷം നമ്മളൊരു 6 പേര് വരുവാണെങ്കിൽ നമുക്ക് 2 മണിക്കൂർ വെച്ച് നമുക്കവിടെ പ്രാർത്ഥിക്കാൻ പറ്റും. വെറും 6 രോഗികളായിട്ടുള്ളവരെ ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങൾ ഒരു കാര്യം, രോഗികളായിട്ടുള്ളവരും പ്രാർത്ഥിച്ചു, ധൈര്യസമേതം പ്രാർത്ഥിച്ചു. ഇന്ന് നമുക്ക് ഏതാണേലും ഈ രാത്രി കംപ്ലീറ്റ് നമുക്ക് പ്രാർത്ഥിക്കണം. ഓക്കെ, അതിന് തയ്യാറുണ്ടെങ്കിൽ ഒന്ന് കൈവയ്ക്കുക. ഈ രാത്രി നമുക്ക് കംപ്ലീറ്റ് 2 മണിക്കൂർ ഇടപെട്ട് പോവുക. ഓക്കെ, അതിന് കുഴപ്പമുണ്ടോ? എന്ത് പറയുന്നു? 2 മണിക്കൂർ വെച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമോ? അതായത് 10:30 മുതൽ 11:30, 12:30 വരെ ഒരു 2 പേരോ 3 പേരോ അടങ്ങുന്ന ടീം. അപ്പം 10:30, 11, 12:30 മുതൽ 1:30, 2:30 വരെ വേറൊരു ടീം. 2:30 മുതൽ 5 മണി വരെ ഒരു 2.5 മണിക്കൂർ, 5 മണി വരെ വേറൊരു ടീം. അതിനുശേഷം സ്ത്രീകൾ വരിക. 5 മണിയാകുമ്പോൾ എഴുന്നേറ്റ് സ്ത്രീകൾ വന്നിട്ട് അവിടെ ചാപ്പലിരുന്ന് പ്രാർത്ഥിക്കുക. എന്ത് പറയുന്നു? അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനുശേഷം നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് 2 or 3 പേര് അടങ്ങുന്ന ടീം. നിങ്ങൾ രോഗികളായിട്ടുള്ളവർ ഒരു കാരണവശാലും പേടിക്കണ്ട. നിങ്ങളെക്കാൾ രോഗമുള്ളവനാണ് ഞാൻ. സത്യം ഞാൻ പറയാമല്ലോ, ഒരുപാട് രോഗങ്ങളുണ്ട്. പക്ഷേ ഒരു പ്രശ്നവുമില്ല. എല്ലാ മാസത്തിൻ്റെ അവസാന വെള്ളിയാഴ്ചയും നമുക്കിവിടെ നൈറ്റ് വിജിലുണ്ട്. രാത്രി 1:15 തീരുന്നത്. പക്ഷേ ആ നൈറ്റ് വിജിൽ കഴിഞ്ഞാൽ 1-2 ദിവസത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഒരു പ്രശ്നവുമില്ല. എനിക്ക് ഇടയ്ക്ക്, ഞാൻ വളരെ ഇതായിട്ട് പറയാം, എനിക്കിടയ്ക്ക് രാത്രിയിൽ ശ്വാസം നിന്നു പോകുന്ന നല്ല രോഗമുണ്ട്. പക്ഷേ ഈ രോഗത്തിൻ്റെ നടുവിലും ഞാൻ സുഖമായിട്ട് ജീവിക്കുകയാണ്. അതുകൊണ്ട് പ്രാർത്ഥനയിലൂടെ കടന്നു വന്നിട്ടുള്ള കൃപകളെന്ന് പറയുന്നത് പറഞ്ഞാൽ തീരത്തില്ല. ഇതിന് സാക്ഷ്യത്തിനുള്ള അവസരമൊന്നും ആയതുകൊണ്ട് ഞാനിപ്പോൾ സാക്ഷ്യം പറയുന്നില്ല. നമുക്ക് ഉടനെ തന്നെ ഭക്ഷണം കഴിച്ചിട്ട് പോകാം. ഭക്ഷണം കഴിച്ചിട്ട് നമുക്കിവിടെ സാറ് പറഞ്ഞതുപോലെ 8:30 നമുക്കിവിടെ എത്താം. ഓക്കെ, പ്രൈസ് ദ ലോർഡ്. സന്തോഷം ഉണർവോടുകൂടി എന്ന് പറഞ്ഞാൽ പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്.